ഹായ്, ടോപ്പ് 10 റിവ്യൂയിലേക്ക് നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് റിലേറ്റഡായ 56-ാമത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ലേറ്റസ്റ്റ് എപ്പിസോഡ്, അതായത് ഇന്നലത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നാണ് അത് ഞായർ എപ്പിസോഡാണ്, 56-ാം എപ്പിസോഡ്. അപ്പോൾ ഇന്ന് ഗസ്റ്റായി വന്നിരുന്ന രതീഷ് വീണ്ടും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതാണ്. രതീഷ് പുറത്തു പോകുമോ ഇല്ലയോ എന്നത് നമ്മുടെ ഒരു സംശയവും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ ഇന്നലത്തെ അതേ പ്രസൻസ് ഇന്ന് കിട്ടിയില്ലെന്ന് തന്നെ പറയാം. കാരണം രതീഷ് ഔട്ടാകണ്ട എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും നമ്മുടെയും ആവശ്യം. പക്ഷേ രതീഷ് ഗസ്റ്റായി വന്ന ഒരു വ്യക്തിയല്ലേ, അതുകൊണ്ട് ആ ഒരു പരിഗണന മാത്രമേ ബിഗ് ബോസ് കൊടുക്കാൻ സാധ്യതയുള്ളൂ. അത് വളരെ വളരെ സങ്കടമായത് നമ്മുടെ ജിറ്റോക്ക് തന്നെയാണ്. മല്ലയ്യ ഒരുപാട് സങ്കടപ്പെട്ടാണ് രതീഷ് പോകുന്നത് നോക്കി നിന്നത്. നമ്മൾ കണ്ടു, മറ്റാർക്കുമില്ലാത്ത ഒരു സപ്പോർട്ടിങ്. വീട്ടുകാരുടെയൊക്കെ പേടിയായിരുന്നു രതീഷ് വന്നപ്പോൾ. രതീഷ് ഇപ്പോൾ പുറത്തായപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷം. നമുക്കൊരു എതിരാളി ഇല്ലല്ലോ എന്ന പക്ഷെ ഇന്നലെ ഗബ്രി പോയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. വല്ലാത്തതെന്തോ മിസ്സായ മാതിരിയുള്ള ജാസ്മിൻ്റെയൊക്കെ രീതി കണ്ടപ്പോൾ എല്ലാം കൈവിട്ട് പോയിട്ടും അവിടെ നിൽക്കുമോ എന്നാണ്. അപ്പോൾ ജാസ്മിൻ അവിടെ നിലനിൽക്കുമെന്നത് ഗബ്രി പറഞ്ഞത് കാര്യമായില്ലേ? ഗബ്രി പോയാലും ജാസ്മിൻ അവിടെ കളിക്കും. ഇനിയാണ് ഗെയിം ചേഞ്ചിങ് മാറാൻ പോകുന്നു എന്ന സത്യത്തിൻ്റെ യഥാർത്ഥ തെളിവ് പ്രേക്ഷകരിലെത്തുന്നത്. അപ്പം നമ്മൾ ഇന്ന് കൂടുതൽ കോണ്ടൻറ്റ് നമുക്ക് പറയാനുണ്ട്. ഇന്നും ഒരു ഫൺ രീതിയിലുള്ള ടെലികാസ്റ്റുകളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ താളപ്പിഴലുകൾ, അതായത് ഇന്ന് കുറച്ച് ക്രൂഷ്യലായ ചോദ്യങ്ങൾ നോറ, റസ്മിൻ, ജാസ്മിൻ പല കണ്ടസ്റ്റൻസിനോടും പറയാനുള്ള എല്ലാം പറയാതെ വഴിക്ക് വെച്ച് നിർത്തി ഒരു എവിക്ഷനും നടത്തി ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്യായിരുന്നു. ഇന്നലെ ചോദിക്കേണ്ടത് ഇന്ന് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ച പലതും നന്നായി ചോദിച്ചില്ല എന്നത് ഒരു സത്യമായ യാഥാർത്ഥ്യമാണ്. പ്രേക്ഷകർ ആഗ്രഹിച്ചു, ബിഗ് ബോസ് തന്നില്ല. പക്ഷെ ഇന്നലെ പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിച്ചപ്പോൾ അത് കൂടുതൽ വിളമ്പി എന്ന് കുറച്ച് പാത്രത്തിൽ കുറച്ച് മാത്രമേ പ്രേക്ഷകർക്ക് തന്നുള്ളൂ. ഇത് നമ്മൾ പ്രതീക്ഷിച്ച എവിക്റ്റഡ് തന്നെയാണ്. രതീഷ് ഗസ്റ്റായി വന്നപ്പോൾ രണ്ടാളെ ഔട്ടാക്കേണ്ടത് ഒരു വ്യക്തിയെ ഇന്നലെ ഒരാളെ ഔട്ടാക്കി, ഇന്നൊരാളെ ഔട്ടാക്കി. അപ്പോൾ ഡബിൾ എവിക്ഷനായി. ചിലപ്പോൾ നമുക്ക് തോന്നിയിരുന്നു, എങ്ങനെ ഗസ്റ്റായി വന്നവർ വീട്ടിൽ കുറേ 100 ദിവസവും 50 ദിവസത്തിനപ്പുറമൊക്കെ മുന്നോട്ട് പോകും. 3 ദിവസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. 3 ദിവസം കഴിഞ്ഞു രതീഷ് അവിടെ നിന്ന് പോകും. എന്നാലും പോയ രതീഷ് ആയിരുന്നില്ല തിരിച്ചു വരും. മറ്റൊരു രതീഷ് വ്യക്തിയാണ് നമ്മൾ കണ്ടത്. അപ്പം നിലപാടുകൾ ഉറച്ച് സംസാരിക്കുന്ന ഒരു രതീഷാണ് ഇപ്പോൾ പുറത്തു പോയല്ലേ പറ്റും. ഗസ്റ്റായി വന്ന രതീഷിന് എങ്ങനെയും കണ്ടസ്റ്റൻ്റ് ആവാൻ പറ്റില്ല. പക്ഷെ ഇന്ന് വളരെ നല്ലൊരു പെർഫോമൻസ് ജിറ്റോ കാണിച്ചു കൊടുത്തു ലാലേട്ടൻ്റെ മുന്നിൽ. റസ്മിനും നോറാക്കൊക്കെ നല്ല പൊരിച്ച് തന്നെ തീ പാറുന്ന
ഡയലോഗുകൾ ജിറ്റോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മണ്ടനാകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. ഒരാളെ മന്ദനെന്നും മന്ദൻ്റെ രാജാവേ എന്നും വിളിച്ച് ആക്ഷേപിക്കുന്നതൊപ്പം ജിറ്റോയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക എന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമാനായ ഗെയിമർ ജിറ്റോ ആണെന്ന് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല റസ്മിൻ. നോറ, നിങ്ങളുടെ പൊട്ടത്തരവും നിങ്ങളുടെ ഈ ഇമോഷൻ ഡ്രാമയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു സമയം കൊണ്ട് മറ്റ് ചില വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞൂടെ? ഇത് ഒരാളെ ഹേർട്ട് ചെയ്യുന്നതിനെ ആണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്ന വാക്കുകൾ മാത്രമേ റസ്മിൻ്റെ ഭാഗത്തുനിന്നും നൂറാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുള്ളൂ. നൂറ വീണ്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ട്രാക്കിൽ തന്നെയാണ്. ഇമ്പോസിബിൾ. ഇന്ന് 100 ഔട്ടാകാൻ കൂടുതൽ ശതമാനവും ചാൻസാണ്. അടുത്ത വീക്കിൽ 100 ഉറപ്പായും ഔട്ടാവും. പക്ഷേ എത്ര നോമിനേഷൻ വന്നാലും പവറുള്ളവനെ അവിടെ നിലനിൽക്കും. അപ്പോൾ ജിറ്റോനോട് പല കാര്യങ്ങൾ ഇന്നൊരു ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ കാര്യം, ഒരു ക്യാപ്റ്റൻസി കൈമാറുന്ന രീതിയും ഉണ്ടായിരുന്നു. അവിടെയും റസ്മിൻ പല അബദ്ധങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. റസ്മിന് താൻ തന്നെയാണ് നല്ലൊരു ക്യാപ്റ്റൻ എന്ന് സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത്. പക്ഷേ വെറും നാറിയ ക്യാപ്റ്റനായിരുന്നു. അതായത് ഒരാളെ തന്നെ ചുരുട്ടിപ്പറ്റി ജീവിക്കുന്ന, അവരുടെയൊക്കെ കാവൽക്കാരിയായി മാത്രം ഡ്യൂട്ടി ചെയ്ത ഒരു അധികാരമില്ലാത്ത റസ്മിൻ ഭായ്. വിവരം തീരെയില്ല, ബുദ്ധി ലേശം ഉടുപ്പില്ലാത്ത വിധത്തിലുള്ള വാക്കുകൾ. ഋഷിയോട് മണ്ടത്തരം തെറ്റുകൾ ആവർത്തിച്ചാൽ ആ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും നിന്റെ എതിരാളികൾ പറഞ്ഞെന്ന് വിചാരിച്ച് ആ തെറ്റുകളെ നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട, നീ മുന്നോട്ട് തന്നെ പോയിക്കോളുമെന്ന്. അതായത് ഒരു തെറ്റിനെ ന്യായീകരിച്ച് വിടുന്നതിൽ പ്രശസ്തിയാണ് റസ്മിൻ ഭായ്. അതിനെതിരെ ശക്തമായി എതിർത്ത് ജിറ്റോ ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആ വാക്കുകളെ തോൽപ്പിച്ച് കളഞ്ഞു. ഇതാണ് ജിറ്റോ. അതിനാണ് ജനങ്ങൾ പറയുന്നത് ബിഗ് ബോസിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കണ്ടൻറ്റും ബുദ്ധിയുള്ള നിങ്ങൾ മണ്ടന്മാരാക്കുന്ന ബെസ്റ്റ് ഗെയിമർ ജിറ്റോ മാത്രമാണെന്ന് പ്രേക്ഷകർ ഉറപ്പായിട്ടും പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള സ്മാർട്ടും ഇൻ്റലിജൻറ്റുമായി ഗെയിം കളിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. അതിൻ്റെ കൂടെ ജിറ്റോനെ എതിർക്കുന്ന പല കണ്ടസ്റ്റൻസും അവിടെയുണ്ട്. ഒരാൾ ബിഗ് ബോസിൽ ജിറ്റോക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ആ ജാസ്മിനൊക്കെ കൂറ് മറ്റൊരു ഗ്രൂപ്പിനോടാണ്. ആ ഗ്രൂപ്പ് അത് തിരിച്ചറിയാൻ കഴിയാത്ത അവരുടെ ബുദ്ധിമോശത്തെ അവർ തെളിയിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ട് തന്നെയാണ്. വെളിവില്ലാത്ത വാക്കുകളാണ് അവർ സംസാരിക്കുക. ജാസ്മിനൊന്നും ഒരു കാലവും ഒരാൾ പോയെന്ന് കരുതിയോ വാക്കുകളിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ശത്രു എന്നും ശത്രു തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ജാസ്മിൻ അടിപിടി മാറിയാലേ ജാസ്മിൻ എന്ന രീതി മാറും. ശത്രുവിനെ മനസ്സിലാക്കി കളിക്കാനുള്ള ബുദ്ധിയും ജിറ്റോക്കുണ്ട്. അതായത് ഇനി അങ്ങോട്ട് ജിറ്റോയെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. നിങ്ങളുടെ വരുതിയിൽ വരുന്നൊരു ഗെയിമർ ആയിരിക്കില്ല ജിറ്റോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു രീതിയിലാണ് കളി മാറാൻ പോകുന്നത്. ജിറ്റോ നിങ്ങളെ പരമാവധി തളർത്തും. നിങ്ങളെ മൈൻഡിൽ നിങ്ങൾക്ക് കൊത്തിവെച്ച ആ മെയിൻ ഗെയിം ജിറ്റോ നിങ്ങളെ മൈൻഡിൽ വരക്കും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ രീതിയിൽ പോകുമ്പോൾ. അതായത്
അവിടെ ഒരു വെള്ളപൂശലൊന്നും അല്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നൂറക്കായാലും റസ്മിനായും ജാസ്മിനും അതായത് അപ്സരക്കായാലും പൊള്ളുന്നതാണ്. അവിടെ ന്യായീകരിക്കാൻ പോകുന്നവനാണ് വീട്ടിയെന്ന് ഞാൻ പറയും. രതീഷ് പോയ സങ്കടമൊന്നും അവിടെ കണ്ടിട്ടില്ല. അത് ജിറ്റോക്ക് മാത്രം ഉണ്ടായ പേഴ്സണൽ ഇമോഷനാണ്. അതാണ് യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നോറ ജിറ്റോക്കെതിരെ ആ കൈകെട്ടിയ ഗെയിം ടാസ്കിനെ പറ്റി വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചു. അതായത് ജിറ്റോക്കെതിരെ ഒരു ഫയർ നടത്തി. ശരിക്കും പറഞ്ഞാൽ അവിടെ മണ്ടത്തരമായ ഗെയിം കളിച്ചത് നോറ മാത്രമായിരുന്നു. ജിറ്റോ ഫണ്ണിങ് ആയി കളിക്കേണ്ട ഒരു ഗെയിമിനെ അത്ര തരം താണ ഒരു ഗെയിമാക്കി മാറ്റിയിരിക്കുക. ആർക്കും കണ്ടസ്റ്റൻസ് ആരും ആക്സെപ്റ്റ് ചെയ്ത ഒരു ഗെയിം ആയിരുന്നില്ല നോറയുടേത്. വണ്ടർഫുള്ളായി കളിക്കാമായിരുന്നല്ലോ. അവിടെ ജിറ്റോ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ കുറ്റം ആരോപിക്കുന്നത്? നോറ, അത് വെറും ആരോപണം മാത്രമാണ്. ആരോപണത്തിന് നോറ പറയുന്ന വാക്കുകൾക്ക് അടിസ്ഥാനമോ പ്രശസ്തിയോ ഒന്നുമില്ല. അത് പ്രേക്ഷകർക്കൊരു കോണ്ടന്റ് മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിയൊന്നും നല്ല കളിയൊന്നും അവിടെ കളിക്കട്ടെ. നോറയുടെ വീട്ടിൽ പല സിഗരറ്റ് വിളിച്ചതിൻ്റെ അബദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പുറത്തുള്ള വിഷയമാണ്. അകത്തുള്ള വിഷയത്തെ മാത്രം സംസാരിക്കും നോറ. ഗെയിമിന് പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു സംഭവം പ്രേക്ഷകർ കാണണ്ടേ? സിസർ വിളിക്കോ, ബാത്റൂമിൽ പോകുമോ, അതിൽ ഘടകമായ കാര്യങ്ങൾ ചെയ്തു. പുഷപ്പ് ചെയ്യുന്നു, പാചകം ചെയ്യുന്നു. ഇതൊക്കെ അവിടെ ഡ്യൂട്ടികളല്ലേ? പൊരുവെയിലത്ത് നിർത്തിയുമ്പോൾ ഈ പൊരുവെയിലത്ത് നിൽക്കാത്ത നൂറയാണോ ഇത്? എത്ര തവണ നിൽക്കും? പൊരു ചൂടത്ത് നിന്ന് വെച്ച് ഒരിത്തിരി വിറ്റാമിൻ കൂടുതലേ ഉള്ളൂ, കുറയത്തൊന്നുമില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കളിക്കുന്ന നൂറാക്ക് അവിടെ പവറൊന്നുമില്ല. അനി എത്ര പവർ കിട്ടിയെന്ന് പറഞ്ഞാലും ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്കിൽ വലിയ ചാൻസ് ഒന്നും കാണുന്നില്ല. ഇമോഷണൽ ഒരു ഡ്രാമ, അതാണ് പറയാൻ പറ്റുക. വെറുതെ സമയം കളിക്കും, കരഞ്ഞു എന്നിട്ട് ഗെയിം ഫ്ലോപ്പാക്കുക. അത് കളിക്കുന്നത് നന്നല്ല. ചിലപ്പോൾ ഗെയിം അറിഞ്ഞുകൊണ്ട് ഫ്ലോപ്പാക്കുന്നവർ അവർ കളി മനസ്സിലാക്കി കളിക്കുന്നതാണ്. അവിടെ ജിറ്റുവിൻ്റെ ഭാഗത്തൊന്നും അബദ്ധങ്ങളൊന്നും ഇല്ല ജാസ്മിൻ. അപ്പോൾ പല രീതിയിലുള്ള ഗെയിമുകൾ അവിടെ കളിക്കാം. ഇറ്റ്സ് മൈൻഡ് ഗെയിം. അപ്പോൾ ആ മൈൻഡ് ഗെയിമിനെ നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മുടെ രാജ്യത്ത് പല കളികളുണ്ട്. അപ്പോൾ ആ കളികൾക്ക് ആ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ടാസ്കും. ആ പാവ ടാസ്കിൽ ആദ്യം തന്നെ ഡെന്ന് തോൽക്കാൻ കാരണം ഡെന്നിലെ ടീമിൻ്റെ പവർ കുറവാണ്. അത് റസ്മിൻ ബായ് പറഞ്ഞ ആ ഒരു തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ട്. ഒറ്റൊരു വ്യക്തിക്ക് മാത്രം ആ ടാസ്ക് വിജയിക്കാൻ പറ്റില്ല. അത് ജിറ്റോ പറഞ്ഞതിൽ എന്താ തെറ്റ്? ജിറ്റോ മാത്രമായിരുന്നു അവരെ, ബാക്കി വെള്ളം സ്ത്രീകളായിരുന്നു. പക്ഷേ ജിറ്റോക്ക് കൺവിൻസ് ചെയ്യാനുള്ള ടീം അവിടെയില്ല. അതായത് ജിറ്റോക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടീം അല്ലായിരുന്നു ഡെന്നിലുള്ളത്. അപ്പം അത് നോക്കി വേണം അവരെ മണ്ടനാക്കാനും മന്ദബുദ്ധിയാക്കാനും മാത്രം കളിച്ചാൽ പോരാ. കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി കളിക്കാനും ശ്രമിക്കണം. ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നല്ല, കുറച്ച് പരിഗണനയും കൂടി മനുഷ്യത്വം കൂടി നൽകണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഇതൊക്കെ വേണം റസ്മിൻ. ജാസ്മിനും ഒക്കെ നിലപാടുകൾ തെറ്റിച്ചിട്ടുള്ള ഈ റൺവേ കളി ഒത്തിരി കാലം നമ്മൾ നീണ്ടു പോകില്ല.
ഇതൊക്കെ ഒരു ഗെയിമാണ്. അത് മനസ്സിലാക്കി കളിക്കാതെ ഇതിനകത്ത് ഇങ്ങനെ വട്ടയിട്ട് കളിക്കും. ഈ ടൂറ് പോയതൊന്നുമല്ല. ഇവിടെ പെർഫെക്റ്റായി കളിച്ചാലേ നിങ്ങൾക്ക് വോട്ട് കിട്ടും. അങ്ങനെ വോട്ട് കിട്ടാനേ പാടുള്ളൂ. വെറുതെ കുത്തി വോട്ടിട്ടുകൊണ്ട് നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെന്ത്, അയാളെ വിജയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കെന്ത് കാര്യം? വോട്ട് കൊടുക്കുന്നവൻ കുറച്ച് കളിയിൽ നല്ല കളി കളിക്കുന്നവനായിരിക്കണം. വെറുതെ അവിടെ ഇരുന്ന് വഷളാക്കുന്ന ഒരു കളി കളിക്കുന്നവർക്ക് വെറുതെ വോട്ട് കൊണ്ടുപോയി കുത്താനൊന്നും പറ്റില്ല. അത് ജനങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ മണ്ടന്മാരോ പൊട്ടുന്നതോ അല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഇത്തിരി ഒരു താഴ്ച ഉണ്ടെങ്കിലും ജിറ്റോൻ്റെ കാര്യം വരുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നൊന്നുമല്ലാതെ ജിറ്റോ ഗെയിമിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. ഇനിയും വോട്ടുകൾ ജിറ്റോക്ക് കിട്ടാനുള്ള അവസരങ്ങളാണ് ജിറ്റോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേതിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതായത് ഇവരെല്ലാം ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതിൽ വാസ്തവം തന്നെ. അതെന്നും ഒരേ ടാർഗറ്റിൽ മുന്നോട്ട് പോയാൽ ഒരാൾ വിന്നറാകും. രണ്ടാം സ്ഥാനമൊന്നും അവിടെ കിട്ടും ചെയ്യില്ല. അപ്പോൾ വിന്നറെ പ്രഖ്യാപിക്കുക എന്ന ധർമ്മം മാത്രമേ ബിഗ് ബോസിനുള്ളൂ. നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രയോഗിക്കണം. വേണമെങ്കിൽ സായിക്ക് വേണമെങ്കിൽ രണ്ടാം സ്ഥാനം കിട്ടും. ഒന്നാം സ്ഥാനം ജിറ്റോക്ക് തന്നെയാണ്. അത് മാറ്റിപ്പിടിക്കുന്ന കാര്യത്തിലൊന്നുമില്ല. നാളെ വലിയൊരു അടികൾ നടക്കുന്നുണ്ട്. അതും ജാസ്മിനും തമ്മിലാണ്. അപ്പോൾ അതും ഫൈറ്റ് കൂടുന്നതനുസരിച്ച് ജിറ്റോൻ്റെ കളിയുടെ പവർ കൂടുന്നു. പവർ റൂമിലുണ്ടോ, ക്യാപ്റ്റനാണോ എന്നൊന്നുമല്ല. ഏതാണ് കളി, ഏതാണ് ഗെയിം എന്ന് അറിഞ്ഞ് കളിച്ച് അതിനെ പരിഹരിക്കുമ്പോഴാണ് ആ ഗെയിമിന് ഒരു സ്പിരിറ്റ് ഉണ്ടാകും, ഒരു സ്പോൺസ്മാൻ സ്പിരിറ്റ് ഉണ്ടാകും. അതായത് ടാസ്കുകളിലല്ല നമ്മൾ ബ്രില്യൻറ്റ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള മൈൻഡ് ഗെയിം കളിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പവറാകേണ്ടത്, നമ്മൾ ഗെയിം കളിക്കേണ്ടത്. അവിടെ സൈലൻറ്റ് ഒരു നല്ലൊരു പരിഹാരമല്ല. ഇപ്പോൾ നല്ലൊരു ഗെയിം ടാസ്ക് കൊടുക്കും, അത് കുളമാക്കുന്ന ഇത്തരത്തിലുള്ള ന്യൂറകളെ പുറത്താക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. വേസ്റ്റ് ഫണ്ണിയായ മൊമെൻറ്റിനെ വേസ്റ്റാക്കി കളഞ്ഞ നൂറ ഇനി എന്ത് കളി കളിക്കില്ല. അപ്പോൾ ഇതൊന്നും ഒരു ബ്രില്യൻ്റ് ഒന്നുമല്ല. അതുകൊണ്ട് ജിറ്റോനെ പൊളിച്ചെടുക്കാമെന്നുള്ള ഭാവം ജിറ്റോ കയ്യിൽ കൊടുത്തു. അപ്പോൾ തന്നെ ചുട്ട മറുപടി കൊടുത്ത. അതുകൊണ്ട് റസ്മിൻ ബായിൻ്റെ ഈ കരച്ചലും നാടകങ്ങളും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇനിയും ജിറ്റ കളിക്കും. നിങ്ങളുടെ ഈ നാറിയ കളിക്കുന്ന കൂട്ടു നിൽക്കുന്ന ഒരു ട്രെയിനറോ ഒരു ആളോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു മല്ലയ്യ തന്നെയാണ്. കൂടുതൽ കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയില്ല. ഇനി കുറച്ച് ദിവസം കൂടിയുണ്ട്. ആ ദിവസം വരെ ഫിസിക്കൽ കളിയില്ലാതെ മൈൻഡിലൂടെ തന്നെ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് കളി ഇത്തിരി സ്ട്രോങ്ങും ഫാസ്റ്റുമാവും എന്നതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര പ്രാവശ്യം ജിറ്റോ നമുക്ക് നല്ലൊരു സദ്യ തന്നു, നമുക്ക് വയറിഞ്ഞിറങ്ങി. ഇതാണ് വേണ്ടത്. ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്. റസ്മിനും ജാസ്മിനും നോറയെന്നും പറയുന്ന പോലെ കളിച്ചാൽ അതൊരു ഗെയിമിൻ്റെ ത്രില്ല് കിട്ടത്തില്ല. ഇറ്റ്സ് മൈ ഗെയിം. അപ്പോൾ ജിറ്റോ പറയുന്നതിൽ കാര്യമുണ്ട്. മണ്ടത്തരം പറയുന്നവരാണ് മണ്ടത്തരം കാണിക്കുക. അല്ലാതെ നിങ്ങൾ ആരോപിക്കുന്നവരല്ല യഥാർത്ഥ മണ്ടൻ. ഇറ്റ്സ് ഹ്യൂമൻ ബീങ്. എല്ലാവരും ഹ്യൂമൻ ബീയിനായി മാറുക. ഗബ്രി പുറത്തു പോയപ്പോൾ ഗബ്രി പറഞ്ഞല്ലോ, അത് അങ്ങനെ തന്നെ വേണം.
അതുപോലൊരു ഹ്യൂമൻ ബീങ്ങായി നിങ്ങൾ ഈ ഗെയിമിനെ കൊണ്ടാടുക. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ്സ് ചാലഞ്ച് ഓഫ് ഗെയിം. അപ്പോഴത്തെ വേണ്ടാത്ത വിവാദങ്ങൾക്കും ഇതിന് പിന്നിൽ പോയി സമയം കളയാൻ മനുഷ്യർക്ക് ആവശ്യമില്ല. ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിലേ ഏതൊരു ഗെയിമും വിന്ന് ചെയ്യാൻ പറ്റൂ എന്നതും ഈ ഗെയിം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ മെസ്സേജാണ് ഈ ഒരു ഗെയിം. അപ്പോൾ ഒരു മെസ്സേജിലൂടെ നടപടി പോകുന്ന ഗെയിമിനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീസൺ 6 നല്ലൊരു മാറ്റം കൊണ്ടുവരുത്തി നല്ലൊരു സീസണായി മാറട്ടെ. ബെസ്റ്റ് ഓഫ്